ഹലോ മൈ ഡിയേഴ്സ്, കുറേ നാളായില്ലേ എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് സംസാരിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ത്യ വിട്ട് വന്നിട്ട് ഒരു മാസം ആവുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് കുവൈറ്റിലാണ്. മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, കുറേ ദിവസമായിട്ടുണ്ടാവും ഞാനൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഒന്നാമത് ഓക്കെ അല്ലായിരുന്നു. കാരണം നമ്മൾ നാടൊക്കെ വിട്ട് വരുമ്പം നമുക്ക് എന്തായാലും അതിൻ്റെതായ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ കുറേ നാളൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പുതിയ ജോലി, പുതിയ സാഹചര്യങ്ങൾ എല്ലാം ആയിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് സെറ്റായിട്ട് വരാനുള്ള കുറച്ച് ടൈം ആവശ്യമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഏകദേശം മൈൻഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള നല്ലൊരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കാണുമ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ സ്കിൻ കെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, കുറേ പേര് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ കുറേ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നു. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു എങ്ങനെയൊക്കെ പിമ്പിൾ പോക്കിയെന്നൊക്കെ. പക്ഷെ ഞാൻ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ടൊക്കെ ആവശ്യമാണ് കേട്ടോ. മുന്നോട്ട് നന്നായിട്ടുള്ള വീഡിയോകളൊക്കെ, നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ വീഡിയോ ചെയ്യാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അണ്ടർആംസിൽ നന്നായിട്ട് കറുപ്പ് കളർ ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള എന്താ പറയുക ഡ്രസ്സ്, ഇവിടെ ഇങ്ങനെ നമ്മൾ അണ്ടർആംസ് ഇങ്ങനെ ഭയങ്കര ടൈറ്റണായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫ്യൂംസ് പോലത്തെ എന്തെങ്കിലും ഡിയോഡ്രൻസ് ഒക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമല്ലോ. പിന്നെ എന്താ പറയുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം മേ ബി പല ആൾക്കാർക്കും നമ്മൾ അണ്ടർആംസിൽ ബ്ലാക്ക് അതൊരു പിഗ്മെൻറ്റേഷൻ പോലെ വരാറുണ്ടല്ലേ. എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫാർമസി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനാണ് ശ്രമിക്കാറ്. അല്ലാതെ കുറേ ഫ്രാഗ്രൻസും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല കേട്ടോ. എനിക്ക് മേ ബി ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിൻ ആയ സമയത്തായിരുന്നു എനിക്ക് എൻ്റെ അണ്ടർആംസിൽ കൂടുതൽ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായത്. അപ്പം എനിക്ക് സീവ്ലെസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. എൻ്റെ സ്കിന്നിനെ എന്താ പറയുക, എൻ്റെ സ്കിന്ന് എങ്ങനെ എന്താ പറയുക, ഞാൻ സ്കിന്ന് കാണിക്കുന്ന ഡോക്ടറെ തന്നെ, സെയിം ഡോക്ടർ, ഡെർമറ്റോളജിസ്റ്റ്, പുള്ളിക്കാരനെ തന്നെ കേട്ടോ ഞാൻ കാണിച്ചത്. ഞാൻ എപ്പോഴും എറണാകുളത്ത് പുള്ളിക്കാരനെ തന്നെയാണ് കാണിക്കാറുള്ളൂ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആ ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ ഫോർ ഓൾ എന്നാണ് പേര്, ക്ലിനിക്കിൻ്റെ പേര്. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് ഫേസിൻ്റെ കാര്യങ്ങളും ഹെയറിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് മാക്സിമം എല്ലാം ചെയ്യാൻ ശ്രമിക്കാറ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കോസ്മിലൈറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അണ്ടർആംസ് ബ്ലാക്ക് കളറൊക്കെ മാറാൻ, പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോളോണിൻ്റെ കാര്യമാണ് കേട്ടോ എന്ന് പറയാൻ വരുന്നത്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മന്ത് കഴിഞ്ഞു. 1 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. ഒറ്റയടിക്ക് പോയി എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരുപാട് വ്യത്യാസം എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. പിന്നെ നല്ല ചൂടൊക്കെയാണ് ഇവിടെ, കുവൈറ്റിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഈവൻ ഫോൺ വെക്കാനുള്ള ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ലാത്തത് കൊണ്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ നല്ല വെളിച്ചം അടിക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ല വെയിലാണ് ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ നല്ല വെയിലൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ സൺ കിസ്ഡൊക്കെ ആയിട്ട് ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അവസാനം ഇതെല്ലാം കൂടെ എങ്ങനെ ലൈറ്റിംഗ് പ്രശ്നമാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. പിന്നെ എല്ലാവർക്കും എന്താ വിശേഷം? എല്ലാവരും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കമൻറ്റുകളൊന്നും കാണുന്നില്ലല്ലോ. സ്കിൻ കെയർ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വരും. അല്ലാത്തതൊന്നും ആരും ഒരു അനക്കമില്ല. കമൻറ്റ് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കോസ്മിലൈറ്റ് എന്ന് പറയുന്ന ഇതിന് ഈ റോൾ ഓൺ ആട്ടോ. ഞാൻ ക്രീം ബേസ്ഡ് ആയിട്ടുള്ളത് ചോദിച്ചപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ക്രീം ബേസ്ഡ് ആകുമ്പം ഇത്രയും റോൾ ഓൺ യൂസ് ചെയ്യുന്ന പോലെ അത്രയും അബ്സോർബ് ആവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഇത് ഏതെങ്കിലും ആണെങ്കിൽ എന്തോ ആണെങ്കിലും എനിക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അണ്ടർആംസിലെ ബ്ലാക്ക് കളർ മാറണം എന്നാണ്. അങ്ങനെ ഡോക്ടർ എനിക്ക് എഴുതി തന്നതാണ് കോസ്മിലൈറ്റ് നെക്സ്റ്റ് റോൾ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്
നമുക്ക് അണ്ടർ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, എൽബോയിൽ യൂസ് ചെയ്യുക. എൽബോയിലൊക്കെ യൂസ് ചെയ്യുക, നമുക്ക് ഇവിടെയൊക്കെ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസേജ് ഭയങ്കര സിമ്പിളാണ്. ഇതിപ്പം ഞാൻ ഒരു ബോട്ടിലും കൂടെ വാങ്ങിയിട്ടാണ് വന്നത് നമ്മളെ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇത് ഇങ്ങനത്തെ റോൾ ഓൺ ആണ് കേട്ടോ. ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു സ്മെല്ലും ഇല്ല, ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളതാണ്, വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർആംസിലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതുപോലെ കൈയിൻ്റെ ഇവിടെയൊക്കെ വരുന്ന കറുപ്പ് കളറ് മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനം കേട്ടോ. ഇത് ഫാർമസിയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ACB ഫ്രൂട്ട് മിക്സ്, പിന്നെ നിയാസിനമൈഡ് ലോഷനൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് വരുന്നത്. ബാക്കി കണ്ടൻറ്റിനെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് ഭയങ്കര ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ ഇതിപ്പം 1 മന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നു. എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സ് ഇടുന്നവരൊന്നും ഒരിക്കലും ഇത് യൂസ് ചെയ്തിട്ട് വൈറ്റ് ഡ്രസ്സ് ഇടരുത്. പിന്നെ ആ വൈറ്റ് ഡ്രസ്സ് മൊത്തം കോളം തോണ്ടും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ വർക്കിന് പോകുന്ന മുന്നേ തന്നെ ഞാൻ ഈ ലോഷൻ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് ഞാനൊരു വൈറ്റ് കളറ് ഒരു കുർത്തി ഇട്ടിട്ടാണ് പോയത്. ആ കുർത്തി ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാതെയായി, ഫുൾ യെല്ലോ കളറായി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ടൈം യൂസ് ചെയ്തോളൂ. നൈറ്റ് ടൈം യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കുറച്ച് നേരം ഒന്ന് അബ്സോർബ് ചെയ്യാൻ വിടുക. അല്ലാണ്ട് അപ്പം തന്നെ പോയിട്ട് എന്താ പറയുക തുടച്ച് കളയാനുള്ള അങ്ങനെ ഡ്രസ്സൊക്കെ തട്ടിയിട്ട് അത് റിമൂവ് ആയി പോവാതെ ഇരിക്കാനുള്ള ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കിടക്കാൻ നേരത്തെ ഇടുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും നനക്കാതെ കിടന്നുറങ്ങല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് എപ്പോഴും അതിനകത്ത് തന്നെ ഇരുന്നോളൂ, നമ്മൾ അണ്ടർആംസിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താൽ മതി. പിന്നെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുക, അത് ഡെയിലി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, പിന്നെന്താ ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂട്. നാട്ടിൽ മഴയാണ് തോന്നുന്നല്ലേ, ഭയങ്കര മഴയൊക്കെയാണെന്നാണ് കേട്ടത്. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ ചൂടാണ്, ഒടുക്കത്തെ ചൂട്. എനിക്ക് തോന്നുന്നു 50ൻ്റെ മേലെ വരെ ചൂട് കയറിയത്. ഞാൻ നല്ല സമയത്താണ് എന്തായാലും കയറി വന്നത്, ചൂട് സമയത്ത് കയറി വന്നതുകൊണ്ട് പൊള്ളി പുകഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ആയിട്ട് അഡ്ജസ്റ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ. വന്ന പാട് തന്നെ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതിനൊക്കെ റിക്കവർ ചെയ്ത് മൂവ് ചെയ്ത് പോവുക, അതാണല്ലോ വേണ്ടത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്തായാലും തിരുമ്പി വരുവേൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും വീഡിയോസൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുവൈറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് മഴയത്ത് എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ആയിരിക്കില്ല ഇരിക്കുന്നത്. ഇവിടെ വെയിലായതുകൊണ്ട് എവിടെയും പോകാനും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ചുമ്മാ റൂമിങ്ങനെ ഇന്ന് ലീവ് കിട്ടിയോണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.